ഹലോ ഫ്രണ്ട്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാന ഘടകത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യക്ക് നേരെ അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫ് അത് 50%. സാധാരണ നിലയിൽ 25%. അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നു എന്ന കാരണം പറഞ്ഞ് 25% അധിക നികുതിയും ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ഇന്ത്യ വിസമ്മതിക്കുന്ന ഒരു പ്രധാന ഘടകത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ താരിഫ് ഏർപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് ടെക്സ്റ്റൈൽസ് മേഖലയിലും അതുപോലെ തന്നെ സമുദ്രോൽപ്പന്ന മേഖലയിലും ജ്വല്ലറി, ടീ ആൻഡ് കോഫി മേഖലയിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് അവരുടെ ജീവിതമാർഗത്തിൻ്റെ വരുമാന മാർഗത്തിൻ്റെ തടസ്സം നിൽക്കുന്ന ഒരു നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ ഭാഗങ്ങളും കയറ്റി അയക്കുന്നത് അമേരിക്കയിലേക്കാണ്. ആ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് 50% താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക പറയുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഇന്ത്യ കരാറിൽ ഒപ്പിടാതെ മാറി നിൽക്കുന്ന പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാണ് കാർഷിക വിഭവങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ യാതൊരു നികുതിയും കൂടാതെ ഇവിടെ മാർക്കറ്റിൽ വിതരണം ചെയ്യണമെന്ന് പറയുന്ന അമേരിക്കയുടെ ആവശ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പാലുൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ. പക്ഷേ ഈ പാലും അതിൻ്റെ ഉൽപ്പന്നങ്ങളും ഒരു പ്രത്യേകതയുണ്ട്. അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു പാലുൽപ്പന്നങ്ങളെയാണ് നമ്മൾ നോൺ വെജി കൗ മിൽക്ക് എന്ന് പറയുന്നത്. എന്താണ് ഈ നോൺ വെജി കൗ മിൽക്ക് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പാരമ്പര്യമായി ട്രഡീഷണലായിട്ട് ഇന്ത്യയിൽ ക്ഷീരകർഷകർ പശുവിനെ വളർത്തുന്നു, മറ്റു മൃഗങ്ങളെ വളർത്തുന്നു. അങ്ങനെ മൃഗങ്ങളെ വളർത്താൻ പാലുൽപാദിപ്പിക്കുന്നതിനായിട്ട് അതിന് ആഹാരമായി കൊടുക്കുന്നത് വൈക്കോല്, അതുപോലെ തന്നെ പുല്ല്, പച്ചപ്പുല്ലുകൾ, പിണ്ണാക്ക്, അതുപോലെ തന്നെ സസ്യാഹാരങ്ങളാണ് അതിന് കൊടുക്കുന്നത്. അങ്ങനെ സസ്യാഹാരങ്ങൾ കൊടുത്തു വളർത്തുന്ന മൃഗങ്ങളിൽ കിട്ടുന്ന പാലാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്, പാലും അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത്. ആ ഉൽപ്പന്നങ്ങൾ ഇവിടെ എല്ലാവരും ഉപയോഗിച്ച് നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. എന്നാൽ അതവസരത്തിൽ അമേരിക്കയിൽ അവരുടെ പശു വളർത്തൽ എന്ന് പറയുന്നത് അവരുടെ പശുക്കൾക്ക് മെയിനായിട്ട് ഭക്ഷണമായിട്ട് ആഹാരമായി നൽകുന്നത് പന്നിയുടെ വേസ്റ്റ് പ്രൊഡക്റ്റുകളായ ബോണും, അതായത് എല്ലും, അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റുകൾ ഉണക്കി പൊടിച്ച് ഒരു ആഹാരമാക്കിയിട്ടാണ് അവിടെ പശുക്കൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നോൺ വെജ് ഉൽപ്പന്നങ്ങളായ ബീഫിൻ്റെയും വേസ്റ്റ് പ്രൊഡക്റ്റുകളായ ബോണും, ചിക്കൻ മീനിൻ്റെ ഒക്കെ വേസ്റ്റ് പ്രൊഡക്റ്റുകൾ ഉണക്കി പിടിച്ചുകൊണ്ട് അത് ആഹാരമാക്കി ഈ പശുക്കൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ കിട്ടുന്ന അവരുടെ ഈ നോൺ വെജ് ഐറ്റംസ് കൊടുത്ത് വളർത്തുന്ന പശുക്കളിൽ നിന്ന് കിട്ടുന്ന ഈ പാലിനെയാണ് നോൺ വെജ് കൗ മിൽക്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ മിൽക്ക് ഇന്ത്യയുടെ പാരമ്പര്യം അനുസരിച്ച്
ആഹാരം കഴിച്ച് വളർത്തുന്ന ഈ പശുക്കളുടെ പാലിൽ നിന്ന് വിഭിന്നമായി നോൺ വെജ് കഴിച്ചു ഉണ്ടാക്കുന്ന പാല് ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ച് ഒരിക്കലും ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. അത് ദൂരവ്യാപകമായ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുകയും ഇന്ത്യയിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് സപ്ലൈ ചെയ്യാൻ ഇന്ത്യ ഫോറിൻ മിനിസ്ട്രി നയമന്ത്രാലയം ഈ കരാറിൽ ഒപ്പിടാതെ മാറി നിൽക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ വിതരണം ചെയ്തുകൊണ്ട് കർഷകരുടെ നട്ടെല്ലൊടിക്കുന്ന ഒരു നടപടിയാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന കർഷകർ ഒരുപാട് ഉൽപ്പന്നങ്ങൾ രാവും പകലും അധ്വാനിച്ചുകൊണ്ട് ഉയർപ്പൊഴുക്കിക്കൊണ്ട് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ഡിമാൻഡ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് കർഷകരെ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുകയും അതുകൊണ്ട് കർഷകർ ദുരിതമനുഭവിക്കുകയും അവരുടെ വരുമാന മാർഗം നിലയ്ക്കുകയും കാർഷിക മേഖല തകർന്നു പോകുകയും ചെയ്യും എന്നുള്ള കാരണം കൊണ്ടാണ് ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിൽ നിന്നും മാറി നിൽക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ഈ നടപടിയെ അമേരിക്ക പറയുന്നത് ധിക്കാരപരമായ ഒരു തീരുമാനമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ താരിഫ് ഇന്ത്യക്ക് നേരെയുള്ള താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലി 25% കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ പ്രഹരിക്കാനുള്ള ഒരു തീരുമാനമാണ് അമേരിക്ക നടത്തുന്നത്. അപ്പോൾ ഇന്ത്യയിലെ കർഷകരെ രക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ഇന്ത്യയിലെ കാർഷിക മേഖലയെ രക്ഷിക്കുന്നതിനും വേണ്ടി നമ്മുടെ ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങൾ വളരെ ധീരമായിട്ടുള്ള തീരുമാനമാണ്. അത് കർഷകർക്ക് ഗുണം ചെയ്യുന്നതാണ്. എന്നും എക്കാലത്തും ഇന്ത്യയുടെ നട്ടെല്ലായിട്ടുള്ള ഈ കാർഷിക മേഖലകളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇനിയും ഗവൺമെൻറ്റിൽ ഉണ്ടാകും. അതിനെ കരുത്ത് ആർജിക്കാൻ നമ്മുടെ സർക്കാരിനെ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നും കർഷകർ തുണയ്ക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുകൊണ്ട് എല്ലാ കർഷകർക്കും ജീവൻ പകരുന്ന കരുത്ത് പകരുന്ന ഒരു തീരുമാനം ഇനിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൽക്കാലം ഞാൻ നിർത്തുന്നു. എല്ലാവരും സുഖകരമായ ജീവിതം ഉണ്ടാകട്ടെ, നല്ല ഐശ്വര്യസമൃദ്ധമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മനസ്സാൽ ആഗ്രഹിക്കുന്നു. ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.